ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമായി തള്ളാതെ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. അതായത് ഒരു ഫാമിലിയിൽ 11 മക്കളുണ്ട്. പക്ഷെ ആ 11 മക്കളിൽ ഒരാളെ കൊണ്ടും അവരുടെ മാതാവിനോ പിതാവിനോ യാതൊരു ഗുണവുമില്ല. നാട്ടിലാണെങ്കിൽ നല്ല ചീത്തപ്പേരുണ്ട്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഫാമിലിയിൽ ആകെ 2 മക്കളേ ഉള്ളൂ. പക്ഷെ ആ മക്കള് ഉമ്മാനെയും ഉപ്പാനെയും പൊന്നു പോലെ പരിപാലിക്കുന്നുണ്ട്. ഉമ്മാന്റെ ഉപ്പാന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഒരു മാസത്തിൽ 1 ലക്ഷം ശമ്പളം വാങ്ങുന്ന ഒരാള് അയാളെ ചെലവെല്ലാം കഴിച്ച് ഒരു 10,000 20,000 ഒക്കെ കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ. അതിന്റെ മറുവശത്ത് വെറും 20,000 രൂപ മാത്രമുള്ള ഒരാള് എല്ലാ ചെലവും കഴിച്ച് അയാൾക്ക് 5,000 രൂപ ബാക്കി വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഉദാഹരണത്തില് 11 മക്കളെ നമുക്ക് ബറക്കത്തില്ലായ്മ എന്ന് വിളിക്കാം. എന്നാൽ 2 മക്കളെ ഉള്ളുവെങ്കിൽ ആ മക്കളെ കൊണ്ട് എല്ലാ ഐശ്വര്യം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ബറക്കത്ത് എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള അവസ്ഥ, 1 ലക്ഷം ശമ്പളം ഉണ്ടായിട്ടും മാസത്തിൽ അയാൾക്ക് 10,000 കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ, ഇതാണ് ബറക്കത്തില്ലായ്മ. അതിന് രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞത് 20,000 ശമ്പളമുള്ള ആൾക്ക് 5,000 ബാക്കിയാകുന്നുണ്ട്, ഇതാണ് ബറക്കത്ത്. അപ്പൊ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാനൊക്കെ ചില കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങൾ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കി വെക്കരുത്. ബറക്കത്ത് ഉണ്ടാവുന്ന കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം.